ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഷർട്ട് കോളർ കൂർത്തി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പം ഞാൻ ആദ്യം ഈ ലൈനിങ് ക്ലോത്തിലാണ് അളവ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം ഇറക്കം അതിൻ്റെത് 40 ഇഞ്ചാണ് ഞാൻ എടുത്തേക്കുന്നത്. മെയിൻ ക്ലോത്തിന് 42 ഇഞ്ച് ഇറക്കമാണ് വേണ്ടത്. അതുകൊണ്ട് ഇത് 40 കൊടുത്തു. ഇനി ഇതിൻ്റെ ഷോൾഡർ, ബോഡിയിൽ നിന്നുള്ള ഷോൾഡർ 15 വരുന്നത്. അതിൻ്റെ പകുതി എടുത്തു. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടെ കൂട്ടി 7.5, 7.5യുടെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 8 എടുത്തു. അതുപോലെ തന്നെ ആം ഹോളും 8 എടുത്തു. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടി അവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തേക്കുന്നത് ഞാൻ ഒരു 3 പോയിന്റും എടുത്തിട്ടുണ്ട്. അതേപോലെ നെക്കിൻ്റെ ഇറക്കം വന്നിരിക്കുന്നത് 3.25 ഞാൻ എടുത്തേക്കുന്നത്. നെക്ക് ഇറക്കം 3.25 എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 1/2 ഇഞ്ച് അവിടെ നമ്മൾ ഷോൾഡർ സ്ലോപ്പിന് കൊടുത്തിരിക്കുന്ന 1/2 ഇഞ്ച് കണ്ടില്ല, അവിടെ നിന്ന് നെക്കിലേക്ക് ഇതേപോലെ ഒരു ചരിച്ചൊരു വരച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഷേപ്പ് ലെങ്തും സ്ലിറ്റ് ലെങ്തും ഒക്കെ അടയാളപ്പെടുത്തി കൊടുത്തേക്കുന്നത് നോക്കണം. ഇപ്പോൾ ഷേപ്പ് ലെങ്ത് കൊടുത്തേക്കുന്നത് 13.5 13 മതി. 13ൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൂട്ടി 13.5 കൊടുത്തു. 7.5 ഇഞ്ച് അതിൻ്റെ വിഡ്ത്ത് വന്നേക്കുന്ന ഷേപ്പിൻ്റെ വിഡ്ത്ത് വന്നേക്കുന്നത് 7.5. 2.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തു. ചെസ്റ്റ് ഭാഗത്ത് നമുക്ക് 9.5 ഇഞ്ചാണ് വന്നേക്കുന്നത്. അതിൻ്റെ കൂടെ 2.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എത്രയാണോ വേണ്ടുന്നത് അതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അതേപോലെ സ്ലിറ്റ് 20 സ്ലിറ്റിൻ്റെ ലെങ്ത് വരുന്നത്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടെ തയ്യൽ തുമ്പ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 20.5 കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിൻ്റെ വിഡ്ത്ത് 9.5 തന്നെ അവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തേക്കുന്നത്. സ്ലിറ്റ് ഭാഗത്ത് നമുക്ക് 1 ഇഞ്ച് മതി തയ്യൽ തുമ്പ്. അതേപോലെ താഴെ ഏറ്റവും അടിഭാഗത്ത് വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ബോട്ടം, അവിടെ 12 ഇഞ്ചാണ് വന്നേക്കുന്നത് വിഡ്ത്ത്. 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നെക്ക് വിഡ്ത്തിൻ്റെ അവിടെ എന്ന് വെച്ചാൽ നമ്മൾ നെക്ക് അടയാളപ്പെടുത്തുന്നത് 3 ഇഞ്ച് 3 പോയിന്റുമാണ് കൊടുത്തിരിക്കുന്നത്. അത് അതേപോലെ അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം ഇറക്കം താഴോട്ട് 3.25 അടയാളപ്പെടുത്തി കൊടുത്തു. നെക്കിൻ്റെ ഭാഗത്തെ കാര്യമാണ്. അപ്പോഴത്തേന് അതിനുശേഷം നമ്മളതൊരു സ്ക്വയറാക്കി വരച്ചിട്ട് ഒരു റൗണ്ട് കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ ആ നെക്കിൻ്റെ ഏറ്റവും ടോപ്പിൽ വെച്ചിട്ട് താഴോട്ട് ഒരു 7 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ഇപ്പോൾ അടയാളപ്പെടുത്തുന്ന ഭാഗം അത് നമുക്കൊരു ഓപ്പൺ വരും, അതിനു വേണ്ടിയാണ്. നെക്ക് 3 ഇഞ്ചാണ്. 3 പോയിന്റും അടയാളപ്പെടുത്തി കൊടുത്തു. താഴോട്ടും അത് മാറ്റി അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം അതൊരു സ്ക്വയറാക്കി അതിനുശേഷമാണ് അങ്ങനെ റൗണ്ട് പോലെ വരച്ചെടുത്തേക്കുന്നത്. ഇനി ഈ വരച്ചിരിക്കുന്ന ഭാഗങ്ങളെല്ലാം കൂടെ ആ തയ്യൽ തുമ്പ് ആഡ് ചെയ്തിരിക്കുന്ന അവിടുന്ന് നമുക്കത് കണ്ടില്ലേ, ഇപ്പം കാണിച്ചിരിക്കുന്ന ആ ഭാഗം അതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇപ്പം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മെയിൻ ക്ലോത്തിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം ആദ്യം നമ്മൾ ആ നെക്കിൻ്റെ അവിടെ ഒരു 7 ഇഞ്ച് അടയാളപ്പെടുത്തിയല്ലോ. നെക്കിറക്കം നമ്മൾ 3.25 അടയാളപ്പെടുത്തി. അതിൻ്റെ അവിടുന്ന് ആ നെക്കിറക്കം അടയാളപ്പെടുത്തിയ പോലെ തന്നെ ടേപ്പ് വെച്ചതിന് ശേഷമാണ് താഴോട്ട് ഒരു 7 ഇഞ്ച് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അത് നമുക്കൊരു ഓപ്പൺ വരുത്താൻ വേണ്ടിയാണ്. അപ്പം അതിൻ്റെ മധ്യഭാഗമാണ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഇതേപോലെ ഒരു സ്കെയിൽ വെച്ച് ഇതേപോലെ ഒന്ന് കറക്റ്റായിട്ട് അതിൻ്റെ മധ്യഭാഗം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് 2 സൈഡിലോട്ടും ഒരു 4 ഇഞ്ച് വ്യത്യാസത്തിലൊന്ന് വരച്ച് കൊടുക്കാം. 2 സൈഡിലും വരയ്ക്കണം. അതിനുശേഷം അടിഭാഗത്ത് ഒരു കോണ് പോലെ വന്നാണ്, കണ്ടില്ലേ, അതേപോലെ ഒരു കോണ് പോലെ വരച്ചെടുക്കണം. മറു സൈഡും ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഇതേപോലെ വരച്ചിരിക്കുന്നത് ചോക്ക് കൊണ്ടായതുകൊണ്ട് അല്പം കൂടെ പടർന്ന് ഇരിക്കും. നമുക്കത് സ്റ്റിച്ച് ചെയ്യാൻ നേരം ഒരു പേന ഉപയോഗിച്ച് കറക്റ്റായിട്ട് വരയ്ക്കാം. അടിഭാഗം കണ്ടില്ലേ, ഇതേപോലെ കോണ് പോലെ
വരച്ചെടുക്കണം. ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് എടുക്കാം. മെയിൻ ക്ലോത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ നല്ല വശത്തേക്ക് നമ്മുടെ ലൈനിങ് തുണിയും കൂടെ ഇട്ട് കൊടുക്കണം. മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം നിവർത്തിയിടുക. നിവർത്തിയിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈനിങ് പീസും കൂടെ ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ കറക്റ്റാക്കി ഇടുക. അതിനുശേഷം നമുക്ക് പിന്ന് കുത്തി കൊടുക്കണം. ഇപ്പം ഞാനിങ്ങനെ പിന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യുകയാണ് വേണ്ടത്. അതിനു മുമ്പ് നമുക്ക് അവിടെ ഒന്നുകൂടെ വരച്ചെടുക്കാം. ആ മധ്യഭാഗം കറക്റ്റ് നമുക്ക് കാണുന്ന രീതിയിൽ ഒന്നുകൂടെ വരയ്ക്കാം. അതിൻ്റെ നടുക്ക് ഭാഗത്തൂടെ കൊടുത്തിരിക്കുന്ന ആ ലൈൻ ഒന്നുകൂടെ ഒരു പേന ഉപയോഗിച്ച് വരച്ചെടുക്കാം. 7 ഇഞ്ചാണ് നമ്മൾ നെക്ക് 3.25 കൊടുത്തു. ഇതൊരു 7 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. മധ്യഭാഗം വരച്ചു. ഇനി അതിൻ്റെ 2 സൈഡും ഇതേപോലെ 1/4 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിലോ വരച്ചെടുത്താൽ മതി. ഒരുപാട് അകലം വേണ്ട. ഇതേപോലെ വരച്ചിട്ട് ഇതേപോലെ കോണ് പോലാക്കി എടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട്. അടിഭാഗത്ത് ഇതേപോലെ കോണ് പോലെ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഈ വീഡിയോ കാണിക്കുന്ന രീതിയിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ കുത്തി വെച്ചിരിക്കുന്ന ആ പിന്നൊക്കെ എടുത്ത് മാറ്റാം. മാറ്റിയതിന് ശേഷം കറക്റ്റായിട്ട് വീഡിയോ കാണിക്കുന്ന രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ വന്നിട്ട് അവിടെ കുത്തി നിർത്തണം. കുത്തി നിർത്തിയതിന് ശേഷം വരച്ചേക്കുന്ന അതേ രീതിയിൽ വന്ന് സ്റ്റിച്ച് ചെയ്ത് അവിടെ നിർത്തുക. അതിനുശേഷം പിന്നെയും മുകളിലോട്ട് വന്ന് കുത്തി നിർത്തിയതിന് ശേഷം ഏറ്റവും ടോപ്പിലോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ പിന്നൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം അതിൻ്റെ മധ്യഭാഗത്ത് നമ്മൾ വരച്ചില്ലേ, ആ വരയിൽ കൂടെ ഒരു കട്ട് കൊടുക്കാം. അത് കട്ട് ചെയ്ത് താഴേക്ക് പോകുമ്പോഴത്തേനും നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തേക്കുന്നതിലൊന്നും കൊള്ളാതെ തന്നെ കട്ട് കൊടുക്കാം. ഉണ്ടോ, അതുവരെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലൈനിങ് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം അവിടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ മാറ്റി വെച്ചതിന് ശേഷം കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്തിട്ട് ആ ടോപ്പിൽ നിന്ന് കുറച്ച് ഭാഗം താഴേക്ക് വന്നതിന് ശേഷം അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. ഇപ്പോൾ വീഡിയോ കാണിക്കുന്ന കണ്ടില്ലേ, അവിടെ വരെ സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്ത് നിർത്താം. അതേപോലെ തന്നെ മറു സൈഡിലും. അതുവരെ വന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തി. അതേപോലെ തന്നെ മറു സൈഡ് നമുക്ക് അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അതും അതേപോലെ തന്നെ ആ കുറച്ച് ഭാഗം ഇപ്പോൾ അടയാളപ്പെടുത്തുന്നില്ല, ആ ഭാഗം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് വശവും. ഇനി ഇത് നമുക്ക് മറു സൈഡിലേക്ക് തിരിച്ചിടണം. അഴുക്ക് വശത്തേക്ക് ഈ ലൈനിങ് ക്ലോത്ത് തിരിച്ചിടണം. തിരിച്ചിട്ടിട്ട് കറക്റ്റ് നീറ്റാക്കി അത് കൈകൊണ്ടൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് ആ ഓപ്പൺ വന്ന ഭാഗത്ത് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്ന് അയൺ കൂടെ ചെയ്താൽ കറക്റ്റായിട്ട് ഇരിക്കും. കറക്റ്റ് നീറ്റായിട്ട് ഇരിക്കും. നമുക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ എളുപ്പമുണ്ട്. ഇനി നമുക്കത് തിരിച്ചിടാം. തിരിച്ചിട്ടതിന് ശേഷം ഇതേപോലെ ഒന്ന് ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമുക്ക് ആ നെക്കിൻ്റെ അവിടത്തേക്ക് ഇപ്പോൾ വീഡിയോ കാണിക്കുന്ന അതേ രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ഫുള്ളും നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. ആ ലൈനിങ് എല്ലാം ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് വരേണ്ടതാണ്. ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയതിന് ശേഷം നമുക്ക് ആ നെക്ക് ഭാഗത്തേക്ക് ഇതേപോലെ നെക്കിൻ്റെ അരികിലൂടെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരണം. എല്ലാം കറക്റ്റ് ലെവലാക്കി വെക്കണം. വെച്ചതിന് ശേഷം വേണം സ്റ്റിച്ച് ചെയ്യാൻ. അതുപോലെ വന്നു അവിടെ കുത്തി നിർത്തുക. നിർത്തിയതിന് ശേഷം ഇനി ആ ഓപ്പൺ ഭാഗത്തേക്ക് കൊണ്ടുവരിക. അതേപോലെ ക്ലോത്തൊക്കെ വെളിയിലോട്ട് കാണുന്നുണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റ് നീറ്റാക്കി വെച്ചതിന് ശേഷം താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം. സ്റ്റിച്ച് ചെയ്ത് വന്നതിന് ശേഷം ഇതേപോലെ കുത്തി നിർത്തി മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം. കണ്ടില്ലേ, ഇതേപോലെ മുകളിലേക്ക് വന്നു. ഇനി ആ നെക്ക് ഭാഗം സ്റ്റിച്ച് ചെയ്യുക. ഷോൾഡർ ഭാഗത്തേക്ക് വരിക. അതേപോലെ ഇനി ഫുള്ളും ലൈനിങ് മെയിൻ തുണിയുമായിട്ട് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനു മുമ്പ് ഇതിൻ്റെ അടിഭാഗം ഒന്ന് നമുക്ക് ഈ ലൈനിങ് തുണിയുടെ അടിഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലൈനിങ് ക്ലോത്തിൻ്റെ അടിഭാഗം ഒരു 1/2 ഇഞ്ച് ഉള്ളിലോട്ട് മടക്കി അതിനുശേഷം ഒന്നുകൂടെ മടക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലൈനിങ് ക്ലോത്ത് മെയിൻ ക്ലോത്തുമായിട്ട് ഫുൾ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അതേപോലെ മറു സൈഡും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. മറു സൈഡ് ഇതേപോലെ അതിൻ്റെ പകുതിയിൽ വെച്ചാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അത് സ്റ്റിച്ച് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണേ. അതിനുശേഷം അതിൻ്റെ താഴ്ഭാഗത്തുനിന്ന് ചേർത്ത് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്കി ഭാഗങ്ങൾ വെളിയിലോട്ട് നിൽക്കുന്ന ആ തയ്യൽ തുമ്പുകളെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇതേപോലെ എല്ലാ ഭാഗങ്ങളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പാർട്ട് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഷോൾഡർ ജോയിൻറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ബാക്ക് പാർട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തേക്കാണ്. കണ്ടില്ലേ, ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബാക്ക് പാർട്ടിൽ 1/2 ഇഞ്ചാണ് നെക്കിൻ്റെ ഇറക്കം കൊടുത്തിട്ടുള്ളൂ. കോളർ വെക്കുന്നത് കൊണ്ട് 1/2 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത്. അതിനുശേഷം ഇതേപോലെ ആം ഹോളിൻ്റെ അവിടെ ആ കൈക്കുഴി ഭാഗമുണ്ടല്ലോ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുന്നത്, ആ ഭാഗത്തുനിന്ന് വേണം, ഇപ്പോൾ വീഡിയോ കാണിക്കുന്നില്ല അതേപോലെ, ആ ഭാഗത്തുനിന്ന് വേണം ഇത് ജോയിൻറ്റ് ചെയ്തെടുക്കാൻ. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് വശവും ഇതേപോലെ തന്നെ. നെക്കിൻ്റെ ഭാഗത്തേക്കല്ല, നമ്മുടെ ആ കൈക്കുഴിയുടെ ഭാഗത്തേക്ക് വേണം ചേർത്ത് വെച്ചിട്ട് ജോയിൻറ്റ് ചെയ്തെടുക്കാൻ.
ഇതേപോലെ 2 ഭാഗങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നിവർത്തിയിടാം. ഇനി നമുക്കിത് നിവർത്തിയിട്ടതിന് ശേഷം ഇതേപോലെ വീഡിയോ കാണിക്കുന്ന അതേ രീതിയിൽ നെക്കിൻ്റെ അളവ് എത്രയുണ്ടെന്ന് നോക്കാം. ഇതേപോലെ വലിച്ചു പിടിക്കരുത്. വലിച്ചു പിടിക്കാതെ ഒരു 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ ഇതേപോലെ തന്നെ അളന്നെടുക്കാം. മറു സൈഡ് വരെ അതേപോലെ അളന്നു വരാം. അപ്പം ഇങ്ങനെ അടയാളപ്പെടുത്തി എടുത്തു. അപ്പം അത് നമുക്കൊരു 18 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിത് വേറൊരു രീതിയിൽ നോക്കാൻ പറ്റും. ഇതേപോലെ കറക്റ്റ് 2ആയിട്ട് മടക്കിയിടുക. നെക്ക് കറക്റ്റ് ഇതേപോലെ വെക്കുക. ഷോൾഡറിൻ്റെ ആ ഭാഗമെല്ലാം ഒരേപോലെ വെച്ച് 2ആയിട്ട് മടക്കിയിടുക. മടക്കിയിട്ടിട്ട് ഇതേപോലെ ഒരു 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ ഇതേപോലെ അടയാളപ്പെടുത്തുക. വലിച്ചു പിടിക്കുകയൊന്നും ചെയ്യണ്ട. അതേ രീതിയിൽ തന്നെ ഇതേപോലെ തന്നെ അളവെടുക്കുക. ഇതുപോലെ കറക്റ്റ് 9 കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ. ഇങ്ങനെയാണ് അളവെടുക്കുന്നത്. ഇനി നമുക്കിത് ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കണം. ഇതിനായിട്ട് ഞാൻ പേപ്പർ ക്യാൻവാസ് ആണ് എടുത്തേക്കുന്നത്. അത് ഇതുപോലെ നമുക്ക് 2ആയിട്ട് മടക്കിയിടാം. കറക്റ്റ് 2ആയിട്ട് മടക്കിയിട്ടു. മടക്കിയിട്ടതിന് ശേഷം ഇതിൻ്റെ അടിഭാഗത്തൊന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഒന്ന് ലെവലാകാൻ വേണ്ടിയാണേ. നമുക്ക് ടോട്ടൽ 18 ഇഞ്ചാണ് വേണ്ടുന്നത്. അപ്പം നമ്മൾ നിവർത്തിയിട്ട് അടയാളപ്പെടുത്തിയപ്പോൾ 18 കിട്ടി. മടക്കി ഇട്ടപ്പോഴത്തേന് നമ്മൾ കറക്റ്റ് 9ആണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ക്യാൻവാസ് മടക്കിയാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് 9 ഇഞ്ച് തന്നെ നമ്മളവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. 9 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം കണ്ടില്ലേ, 2ആയിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ വീതി ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. 3ഓ 2.25 നമുക്ക് 2.25 2.25.3 അത്രയൊക്കെ എടുക്കാം. അപ്പോൾ 3 ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, 9 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ വരെ 3 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇനി അതൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. അതിനുശേഷം ആ 9 ഇഞ്ച് അടയാളപ്പെടുത്തിയില്ലേ, അവിടെ നിന്നും ഒരു ലൈൻ വരയ്ക്കാം. ഇനി ഇതിൻ്റെ മധ്യഭാഗം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ആ 9 ഇഞ്ചിൻ്റെ മധ്യഭാഗം ഇതേപോലെ ടേപ്പ് ഒന്ന് മടക്കി വെച്ചിട്ട് അവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം നമ്മൾ ആ 9 ഇഞ്ച് അടയാളപ്പെടുത്തിയില്ലേ, അവിടെ ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം ഒരു 1/4 ഇഞ്ച് അതിൻ്റെ മുകളിലോട്ടും കൂടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. 1/2 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്തോട്ട് ഒന്നുകൂടെ അല്പം നീട്ടി വരച്ചു. അതിനുശേഷം ഒരു 1/4 ഇഞ്ച് അതിൽ നിന്ന് മുകളിലോട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം. നമ്മളിപ്പോൾ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തിയതിൻ്റെ അവിടെ നിന്ന് തന്നെ മുകളിലോട്ട് ഒരു 1/4 ഇഞ്ച് കൂടെ അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം നമ്മൾ ആ മധ്യഭാഗം അടയാളപ്പെടുത്തിയില്ലേ, അവിടുന്ന് കറക്റ്റ് അവിടെയാണ് മധ്യഭാഗം അടയാളപ്പെടുത്തി. ആ ഭാഗത്തൊന്ന് ഇതേപോലെ ഒന്ന് കർവായിട്ട് വരച്ച് ആ 1/4 ഇഞ്ച് മുകളിലോട്ട് അടയാളപ്പെടുത്തിയ ഭാഗത്തേക്കൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്തു.
അതിനുശേഷം അവിടുന്ന് ഇപ്പോൾ വീഡിയോ കാണിച്ച അതേപോലെ താഴ്ഭാഗത്തേക്കും ഒരു ലൈൻ വരച്ച് യോജിപ്പിക്കുക. അര ഇഞ്ച് അടയാളപ്പെടുത്തിയ ആ ഭാഗത്തുനിന്ന് താഴോട്ടാണ് വന്നിരിക്കുന്നത്. ഇത് പേപ്പർ ക്യാൻവാസ് ആണേ, നമ്മുടെ കട്ടിയുള്ള ക്യാൻവാസ് അല്ല. അയൺ ചെയ്യുമ്പോൾ ചൂട് കുറച്ചിട്ട് വേണം അയൺ ചെയ്തെടുക്കാൻ. എന്നിട്ട് ഈ വീഡിയോ കാണിക്കുന്ന അതേ രീതിയിൽ ഇനി അത് കട്ട് ചെയ്തെടുക്കാം. താഴെ കട്ട് ചെയ്ത ആ ഭാഗം ഉണ്ടല്ലോ, സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്ന ഭാഗം, അതാണ് നമ്മൾ നമ്മുടെ നെക്കിലേക്ക് ചേർത്ത് സ്റ്റിച്ച് ചെയ്യുന്ന ആ ഭാഗമാണ്. അര ഇഞ്ച് അടയാളപ്പെടുത്തി 1/4 ഇഞ്ച് മുകളിലോട്ട് അടയാളപ്പെടുത്തി ആ ഭാഗമാണ് മുകളിൽ വരേണ്ടത്. കണ്ടില്ലേ? ഇനി ഇത് നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്ത് അതിൽ അയൺ ചെയ്തെടുക്കണം. മെയിൻ ക്ലോത്ത് ഒരു രണ്ടായിട്ട് മടക്കിയെടുത്തക്ക രീതിയിലുള്ള വീതിയിൽ അത് നമുക്ക് ക്യാൻവാസ് അതിൽ ഒട്ടിച്ചെടുക്കാൻ ആ വീതിയിൽ എടുക്കുക. ഇപ്പൊ ഇതിന്റെ അഴുക്ക് വശമാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടില്ലേ? എന്നിട്ട് ഇതേപോലെ കറക്റ്റ് രണ്ടായിട്ട് മടക്കിയിടാം. അഴുക്ക് വശമാണ് വരേണ്ടത്, ക്യാൻവാസ് ഒട്ടിക്കേണ്ടത് അഴുക്ക് വശത്തേക്കാണ്. ഇങ്ങനെ കറക്റ്റ് രണ്ടായിട്ട് മടക്കിയിട്ടു. മടക്കിയിട്ടതിന് ശേഷം നമുക്ക് ആ ക്യാൻവാസിന്റെ തിളക്കമുള്ള ഭാഗമുണ്ട്, ആ ഭാഗമാണ് ക്ലോത്തിലോട്ട് വെക്കേണ്ടത്. കാരണം അതാണ് നമ്മൾ അയൺ ചെയ്യുമ്പോൾ അവിടെ ഒട്ടിയിരിക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ നമുക്ക് അയൺ ചെയ്ത് എടുത്തിട്ട് വരാം. അപ്പോൾ ഇതേപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ താഴ്ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തില്ലേ, ആ ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്യാതെ ബാക്കി 3 ഭാഗങ്ങളും ഇപ്പം കാണിച്ചില്ലേ വീഡിയോയിൽ, അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത് ക്യാൻവാസിൽ കയറാൻ പാടില്ല. ക്യാൻവാസിൻ്റെ തൊട്ടടുത്തായിട്ട് വെളിയിലൂടെ വേണം സ്റ്റിച്ച് ചെയ്ത് വരാൻ. ഇതേപോലെ കെട്ടിട്ടെടുക്കുക. എന്നിട്ട് ഇതേപോലെ മുകളിലേക്ക് വന്നു സൂചി കുത്തി നിർത്തിയതിന് ശേഷം ഇത് ക്ലോത്ത് തിരിച്ചിടുക. തിരിച്ചിട്ട് അതിവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് വരിക. ഇനി അവിടെ സൂചി കുത്തി നിർത്തി താഴോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കെട്ടിട്ടെടുക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ ആ 3 വശവും സ്റ്റിച്ച് ചെയ്തല്ലോ, ആ 3 ഭാഗത്തെയും ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടതിന് ശേഷം ബാക്കിയെല്ലാം കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നില്ല അതേ രീതിയിൽ തന്നെ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് മാത്രം ഇട്ടതിന് ശേഷം ബാക്കിയെല്ലാം സ്റ്റിച്ച് ചെയ്ത് കളയണം. ഇതേപോലെ എല്ലാ ഭാഗങ്ങളും കട്ട് ചെയ്തെടുത്തു. ഇനി താഴ്ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് നിർത്തിയതിന് ശേഷം ബാക്കി ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയാം. ഒരു 1/2 ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളയാം.
ഈ ഭാഗമാണ് നമ്മൾ നെക്കിനോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് ആ ബാക്കി ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. ഇനി ഇതൊന്ന് തിരിച്ചിടണം. ഇതേപോലെ ഈ ഭാഗം ഉള്ളിലോട്ട് മടക്കി വെക്കണം. മടക്കി വെച്ചതിന് ശേഷം നമ്മൾ തിരിച്ചിട്ടതിന് ശേഷം അത് മടക്കി അതിൻ്റെ അടിഭാഗത്തോട്ട് ഒരു ചോക്ക് വെച്ച് വരച്ചു കൊടുക്കണം. നമുക്കത് മറുഭാഗം നെക്കിലേക്ക് വെച്ച് തയ്ക്കുമ്പോഴത്തേന് കറക്റ്റായിട്ടുള്ളൊരു അളവ് കിട്ടാൻ വേണ്ടിയാണ്. അത് ഈ വീഡിയോയിൽ എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇതേപോലെ ഒരു കത്രിക ഉപയോഗിച്ച് ആ കൂർത്തിരിക്കുന്ന ഭാഗമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതേപോലെ തന്നെ മറു സൈഡും. ഇതേപോലെ ലെവലാക്കി എടുത്ത് ഒന്ന് അയൺ ചെയ്തെടുക്കുമ്പോഴത്തേനും കറക്റ്റായിട്ട് കിട്ടും. കണ്ടില്ലേ, ക്യാൻവാസ് ഒട്ടിച്ച ഭാഗം ഇതേപോലെ അകത്തോട്ട് മടക്കി വെച്ചതിന് ശേഷം ആ കറക്റ്റ് അളവിലൂടെ ഒന്ന് ചോക്ക് വെച്ച് വരച്ചെടുക്കണം. അത് ഞാനിവിടെ കാണിക്കാൻ പറ്റിയില്ല. അതിനുശേഷം എന്താണ്ട് ഈ 3 ഭാഗങ്ങളുണ്ടല്ലോ, നമ്മളിപ്പം മടക്കി ഉള്ളിലോട്ടാക്കി എടുത്തു വെച്ചിരിക്കുന്ന ആ ഭാഗത്ത്, അതെല്ലാം ഒന്നുകൂടെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് വരാം. ഇപ്പൊ 1/2 ഇഞ്ച് നമ്മൾ താഴോട്ട് കൊടുത്ത ആ തയ്യൽ തുമ്പുണ്ടല്ലോ, അതിലാണ് ക്യാൻവാസ് ഒട്ടിച്ചേക്കുന്ന ആ പീസിന്റെ തയ്യൽ തുമ്പാണ് ഉള്ളിലോട്ട് മടക്കി കൊടുത്തേക്കുന്നത്. എന്നിട്ട് അതിനടിയിലുള്ള ഭാഗത്തെ ആ തയ്യൽ തുമ്പിലേക്കാണ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി കണ്ടില്ലേ, ആ ഭാഗത്ത് അവിടെയാണ് ഇതേപോലെ ചേർത്ത് വെച്ചതിന് ശേഷം ഒരു ചോക്ക് കൊണ്ട് വരച്ചു കൊടുക്കണം. നമുക്ക് നെക്കിലേക്ക് ചേർത്ത് തയ്ക്കാൻ നേരം കറക്റ്റായിട്ട് എത്രയാണോ നമുക്ക് അവിടുത്തെ ഇത് വേണ്ടതെന്നുള്ള അളവ് അവിടെ കിട്ടാൻ വേണ്ടിയാണ്. അതിനുശേഷം നമുക്ക് ഇതേപോലെ കോളർ ഇതേപോലെ കറക്റ്റ് രണ്ടായിട്ട് മടക്കിയെടുക്കാം. രണ്ടായിട്ട് മടക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ മധ്യഭാഗം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. മധ്യഭാഗം അടയാളപ്പെടുത്തി അതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ക്ലോത്ത് എടുക്കാം. ആ മധ്യഭാഗം ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തേ. കട്ടിട്ടിട്ടുണ്ട്, അതിൻ്റെ കൂടെ അറിയാൻ വേണ്ടി ഒന്നുകൂടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം നമ്മുടെ മെയിൻ ക്ലോത്ത് എടുത്തു. മെയിൻ ക്ലോത്ത് എടുത്തതിന് ശേഷം അതിൻ്റെ ബാക്ക് ഭാഗം ഇതേപോലെ ഉൾവശമാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അഴുക്ക വശത്തു നിന്ന് നല്ല വശത്തോട്ടാണ് തയ്ച്ചെടുക്കേണ്ടത്. അഴുക്ക വശത്തോട്ട് നമ്മളുടെ ക്യാൻവാസ് ഒട്ടിച്ച ഭാഗമല്ല, അതിൻ്റെ അടിഭാഗത്തുള്ള തുണിയുണ്ടല്ലോ, ക്യാൻവാസ് ഒട്ടിക്കാത്ത ആ തുണി, ആ ക്ലോത്ത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിൽ ജോയിന്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം അതിലൂടെയാണ് നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ച ഭാഗം 1/2 ഇഞ്ച് ഉള്ളിലോട്ട് മടക്കി കൊടുത്തിട്ട് ബാക്കി ആ അളവിൽ തന്നെ ഒന്ന് വരച്ചെടുക്കാൻ പറഞ്ഞത്. കണ്ടില്ലേ? എന്നിട്ട് മധ്യഭാഗത്ത് കറക്റ്റായിട്ട് ഒന്ന് ഒരു പിന്ന് കുത്തി കൊടുത്തിട്ട് അവിടെ നിന്ന് 2 സൈഡിലോട്ടും സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരണം.
അതായത് നമ്മൾ സ്ലീവൊക്കെ ജോയിൻറ്റ് ചെയ്യില്ലേ അതേപോലെ. ഞാനിവിടെ വേറെ സ്ലീവ് ഒന്നും കാണിക്കുന്നില്ല. കോളർ ജോയിൻറ്റ് ചെയ്യുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. സ്ലീവൊക്കെ ഞാൻ തയ്ച്ചതിന് ശേഷമാണ് കാണിച്ചിരിക്കുന്നത്. കട്ട് ചെയ്തതും കാണിച്ചിട്ടില്ലേ. മധ്യഭാഗത്തുനിന്ന് ആദ്യം ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വരണം. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേനും നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ച പീസ് ഉണ്ടല്ലോ, അതിൻ്റെ ആ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ട് അതിൻ്റെ അതേ അളവിലൂടെയാണ് വരേണ്ടത്. അതിനാണ് അവിടെ അടയാളപ്പെടുത്തി കൊടുക്കണമെന്ന് പറഞ്ഞത്. അപ്പം ആ അതേ അളവിലൂടെ ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം. അപ്പം ഞാൻ അടയാളപ്പെടുത്തിയത് ഇവിടെ കാണിക്കാൻ വിട്ടുപോയി. കണ്ടില്ലേ, ഇതേപോലെ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് വരും. അതേപോലെ തന്നെ മറു സൈഡിലും ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം മറു സൈഡും മധ്യഭാഗത്തു നിന്നും തുടങ്ങി അറ്റം വരെയും അവിടെയും സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരണം. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളില്ലേ, സ്റ്റിച്ച് ചെയ്ത് ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി അതേപോലെ മറു സൈഡും സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരണം. ഈ ക്യാൻവാസ് ഒട്ടിച്ച ആ പീസ് ക്യാൻവാസിൻ്റെ ആ തയ്യൽ തുമ്പ് ക്യാൻവാസിനകത്തോട്ട് വേണം വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള എളുപ്പവും അതേപോലെ കറക്റ്റായിട്ട് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കുമ്പോൾ എത്രയാണ് നമുക്ക് ഏറ്റക്കുറച്ചിലൊന്നും വരാതെ കറക്റ്റായിട്ട് അത് കിട്ടും. അതിനു വേണ്ടിയാണ്. ഈ ഭാഗവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നു. ഇനി ഇത് നല്ല വശത്തേക്കാണ് വരുന്നത്, കണ്ടില്ലേ. മറിച്ചിടുമ്പോഴത്തേനും നല്ല വശത്തേക്ക് വന്നു. ക്യാൻവാസ് ഒട്ടിക്കാത്ത ഭാഗമാണ് നമ്മൾ അവിടെ അഴുക്ക് വശത്ത് വെച്ച് തയ്ച്ചത്. അഴുക്ക് വശത്തുനിന്ന് നല്ല വശത്തോട്ടാണ് മറിച്ചിടുന്നത്. ഇനി ഇത് കറക്റ്റ് ലെവലാക്കി വെച്ചതിന് ശേഷം തയ്യൽ തുമ്പെല്ലാം കൂടെ അകത്തോട്ടാക്കിയതിന് ശേഷമാണ് ഇനി അതിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് വരേണ്ടത്. കണ്ടില്ലേ, ആ ഭാഗങ്ങൾ ഇതേപോലെ ഉള്ളിലോട്ട് നൂലോ തയ്യൽ തുമ്പൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളിലോട്ടാക്കിയിട്ട് നമുക്ക് നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരണം. ഇതേപോലെ അകത്തേക്ക് ആക്കി കൊടുക്കാം. ആക്കി കൊടുത്തിട്ട് ചുറ്റും റൗണ്ട് ഇതേപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടില്ലേ, വീഡിയോ കാണിക്കുന്ന അതേ രീതിയിൽ തന്നെ നൂലൊക്കെ വെളിയിലോട്ടുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കളയുക. കളഞ്ഞതിന് ശേഷം കറക്റ്റായിട്ട് വെച്ച് ചുറ്റിനെ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക.
നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യണം. കോളർ സ്റ്റിച്ച് ചെയ്യുവാൻ എളുപ്പമാണ്, പക്ഷെ അത് ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്ത് വരണം. ഏറ്റക്കുറച്ചിൽ തയ്യൽ തുമ്പൊക്കെ കറക്റ്റായിട്ട് ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ട് വൃത്തിയായിട്ട് തന്നെ അത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഞാൻ കാണിക്കുന്നുള്ളൂ. സ്ലീവ് വെക്കുന്നതോ സ്ലിറ്റ് അടിക്കുന്നതോ അതോ ജോയിൻറ്റ് ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല. ഞാൻ ചുരിദാർ സ്റ്റിച്ചിങ്ങും ചുരിദാർ കട്ടിങ്ങിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് വേറെ. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഇത് നമ്മൾ കോളർ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇത് നല്ലതുപോലെ കൈകൊണ്ടൊക്കെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. അതിനുശേഷം അയൺ ചെയ്യണം. അയൺ ചെയ്താലേ കറക്റ്റ് നീറ്റായിട്ട് വരെയുള്ളൂ. അപ്പോൾ നമുക്കിത് സ്ലീവ് വെച്ചതിന് ശേഷം സ്ലീവ് വെച്ച് ഇതെല്ലാം ജോയിൻറ്റ് ചെയ്ത് ഒരു ഷോ ബട്ടൺ വെക്കണം. അതെല്ലാം വെച്ചതിന് ശേഷം ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ വീഡിയോ എല്ലാവരും കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യണം. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഷർട്ട് കോളർ കൂർത്തി. അപ്പം ഇത് ഇനി എല്ലാ ഭാഗവും സ്റ്റിച്ച് ചെയ്തതിനുള്ള ശേഷം എങ്ങനെ ഇരിക്കുന്നെന്ന് നോക്കാം. കണ്ടില്ലേ, ഇതേപോലെ സ്ലീവൊക്കെ വെച്ചു, ഷോ ബട്ടണൊക്കെ വെച്ചു, കറക്റ്റായിട്ട് അയൺ ചെയ്തെടുത്തതാണേ. അപ്പം ഇതേ മോഡലിലാണ് വന്നേക്കുന്നത്. കണ്ടില്ലേ, ഇതേപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചുരിദാറിൻ്റെ സ്ലീവ് വിൽക്കുന്നതും സ്ലിറ്റ് ഭാഗം അടിക്കുന്നതും ബാക്കി വണ്ണം അടിക്കുന്ന ഭാഗങ്ങളെല്ലാം വേറെ ഞാൻ ചുരിദാർ കട്ടിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് നോക്കാം. ഓക്കെ.